അത് അനൗൺസ് ചെയ്തപ്പം തൊട്ടേ മമ്മൂക്കയുടെ ആ ഒരു ലുക്കാണ്. ആ ഒരു അതെ അതെ നമുക്ക് അതെ ബിഗ് ഭയങ്കര ബി ഒരു കൂളായിട്ട് നാടൻ ലുക്ക് ബിഗ് അല്ലേ. ബി ലുക്കാണ് ഇതിനകത്തില്ലേ. അതെ ഹെയർ സ്റ്റൈൽ നാടൻ ഒരു ബിഗ് ബിഗ് ബി. ഭയങ്കര കൂളാണ്. ടർബോ ഒരു ഒരു എന്താ പറയുന്നത്, ഇതിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പം തന്നെ ഈ ഒരു ടൈറ്റില് ടർബോ എന്ന് പറയുന്ന ഒരു ഒരു ടർബോ മാസ് അല്ലേ ഒരു പടത്തിന് ഇതിലും അതെ അതെ മികച്ച ഒരു ഒരു പവർഫുൾ എഞ്ചിന്റെ പേര് പോലെ ടർബോ. അതെ അതെ ഒരു ടൈറ്റില് സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ വേണം പറയാം അല്ലേ. അതെ 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 അതുപോലത്തെ ഒരു ടൈറ്റിൽ ഉഗ്രൻ കിട്ടിയ ടൈറ്റിലാണ് ടർബോ. ഉഗ്രൻ ടൈറ്റിലാണ്. അതുപോലെ തന്നെ ടർബോ ജോസ്, ആ പേരും നല്ല ഒരു ഒരു അതെ 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 എടുപ്പുള്ള ഒരു ഒരു പേര്. അപ്പം ഈ പറയുന്ന എന്തുവാ, നമ്മളിപ്പം മമ്മൂക്ക കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഹിറ്റുകൾ അടിച്ചടിച്ച് തന്നോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇപ്പോ ഈ അടുത്ത ആഴ്ച എനിക്കൊന്ന് കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, പല പല ഡേറ്റുകൾ വന്ന് മാറി മാറി അവസാനം അവര് നെക്സ്റ്റ് അതെ അതെ വീക്കിന് അല്ലെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഫിക്സ് ചെയ്തേക്കെയാണ് പടം. അപ്പോ എനിക്ക് തോന്നുന്നു അതിന്റെ ബുക്കിംഗ് ഓൾറെഡി ഓപ്പൺ ആയി. എനിക്ക് തോന്നുന്നു പ്രീ റിലീസ് ഒക്കെ 1 crore അടിച്ചെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ന്യൂസ് കേൾക്കുന്നു ഒരുവിധം എല്ലായിടവും. പിന്നെ ട്രെയിലർ ഇറക്കി, നല്ലൊരു ഒരു എന്താ പറയുന്ന ഒരു ആക്ഷൻ പാക്ക് ഒരു ട്രെയിലറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ എന്താ അതെ അതെ പറയുന്ന, എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഈ ഒരു മാസ പടങ്ങള് കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ചൊരു മാസ് എലമെന്റ് കാണിച്ചത് നമ്മുടെ കണ്ണൂർ സ്ക്വാഡാന്ന് തോന്നുന്നു അല്ലേ. ആ ഒരു ആക്ഷൻ ആ ഒരു അതിലും അങ്ങനെ ഒരു കുറച്ച് ഒരു റിയലിസ്റ്റിക് പടമായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു മാസ് പടം വരികയാണ് എനിക്ക് അല്ലേ. ഭീഷ്മപർവത്തിന് ശേഷം ഒരു അല്ലെ ഭീഷ്മപർവത്തിന് ശേഷം ഒരു മാസ് സ്റ്റൈൽ ഒരു പടമായിരിക്കും. പിന്നെ വൈശാഖ് വളരെ പ്രോമിസിംഗ് ആയ ഒരു ഡയറക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ മിഥുൻ മേനോൻ, രണ്ടുപേരും നമുക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷ തരുന്നതാണ്. മമ്മൂട്ടി ഇപ്പൊ അദ്ദേഹം ഇപ്പം വളരെ കരിയറിന്റെ ഒരു പീക്കിൽ നിൽക്കുവാണ്. അപ്പം ഒരു മാസ് പടം കൂടെ വരുമ്പോ ഒരു വൈശാഖ് കോംബോ കൂടെ ആകുമ്പോൾ കൂടുതൽ പ്രതീക്ഷ തരുന്നുണ്ട്. ഒരു അതെ, ഉഗ്രൻ സിനിമയാകുമെന്നാണ് കാര്യം. കാരണം ഞാൻ ആലോചിക്കുന്ന ഭ്രമയുഗം പോലൊരു പടം, ഞാൻ- അതൊക്കെ അതെ അതൊക്കെ അതെ വന്ന് ഇത്രയും കളക്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കേറി നിൽക്കുന്ന ഒരു ടൈം. അപ്പം ഒരു മാസ് സാധനം ഒരു നല്ലൊരു പോസിറ്റീവ് അതെ റിവ്യൂ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ, ഉം, അതെ അത് അത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു ഒരു കാര്യമാണ്. പിന്നെ ഈ അതെ വൈശാഖിന്റെ കാര്യം നീ പറഞ്ഞ എന്താ പറയാ, അതായത് വൈശാഖ് പടങ്ങൾക്ക് ആ ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന കുറെ പടങ്ങൾ പുള്ളി ആ ഒരു തീർച്ചയായും ലെവല് ഒരു വളരെ ഈസി ആയിട്ട് സംഭവബഹുലമായ അല്ലേ. സിനിമകൾ ചെയ്യാൻ വൈശാഖിന് ഒരു പ്രത്യേക കഴിവാണല്ലോ. വളരെ സംഭവബഹുലമാണ്. കുറെ സംഗതികൾ കൊണ്ടുവന്നൊരു പൊട്ടിത്തെറിപ്പുകളൊക്കെ കൊണ്ട് കാണിക്കുന്ന ആ ഒരു പ്രത്യേക ഒരു ഫിലിം മേക്കറാണ് വൈശാഖ്. ഭയങ്കര പ്രോമിസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മമ്മൂക്കയുടെ ഒരു സിനിമ മാസ്, അതും സ്ക്രിപ്റ്റ് എഴുതുന്ന മിഥുൻ മേനോനും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു വലിയ സിനിമ തന്നെ പ്രതീക്ഷിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിയേറ്റർ ഇളക്കി മറിക്കുന്ന ഒരു മാസ് മിഥുൻ പടം അതെ അതെ തന്നെയായിരിക്കും വരാൻ മിഥുൻ പോകുന്നത്. മാനുവലിന്റെ എലമെന്റ് ഭയങ്കരമായിട്ട്, കാരണം എനിക്കൊന്ന് അതെ അതെ വൈശാഖ് തീർച്ചയായും. ലാസ്റ്റ്, പക്ഷെ അതൊരു OTT പ്ലാൻ ചെയ്ത പടമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ലാസ്റ്റ് ഇറങ്ങിയ പടം നമ്മുടെ അയ്യോ മോൺസ്റ്റർ മോൺസ്റ്റർ അല്ലായിരുന്ന മോൺസ്റ്റർ ലാസ്റ്റ് ഇറങ്ങിയ അതെ പടം. അത് എനിക്ക് തോന്നുന്നു ഒരു OTT-ക്ക് അതെ വേണ്ടി പ്ലാൻ ചെയ്തൊരു പടമാണെന്ന് തോന്നുന്നു. അത് ഒരു അതെ ഒരു ഒരു- അത് അതെ അത് അതെ വെച്ച് അങ്ങനെ ഒരു സിനിമയായിരുന്നു മോൺസ്റ്റർ. അതെ ആണ് കാര്യം അതൊരു അങ്ങനെ ചെയ്തു പോയൊരു സിനിമയായിരുന്നു. അതെ അതെ. അപ്പോ എനിക്ക് തോന്നുന്നു പിന്നെ നൈറ്റ് ഡ്രൈവും ഒരു ചെറിയ പടമായിരുന്നു. അതും ഒരു കോവിഡിനിടയ്ക്ക് ഉം. ഇറങ്ങിയ പടമായിരുന്നില്ലായിരുന്നോ ഒരു നൈറ്റ് ഡ്രൈവ്. അതെ അതെ പക്ഷെ നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു. അതെ അതെ. അപ്പം അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ മിഥുൻ മാനുവൽ തോമസിന്റെ റൈറ്റിങ്, പിന്നെ ഈ അതെ പുൾ അതെ പിന്നെ ഈ വൈശാഖിന്റെ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആക്ഷൻ. നമ്മളെ ഈ ഒരു ടർബോ ട്രെയിലറിൽ കണ്ടപ്പോൾ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കടെ ആക്ഷനാണ്. ആ നമ്മൾ ആണ് കണ്ട ആണ് സത്യമാണ് സത്യമാണ്. അല്ലേ. അപ്പൊ ആ ഒരു ഒരു കണ്ട് അതൊക്കെ എല്ലാം കൂടെ അങ്ങോട്ട് കണ്ടിട്ട് ആ പേരും ടർബോ ജോസ് എന്ന് പറയുന്ന പുള്ളിയുടെ എനിക്കൊന്നൊരു അതെ പവറാണ് ആ ട്രെയിലറിനകത്ത് നമുക്ക് ഓവറോടെ കാണിക്കുന്നത്. അതെ അത് അതെ ഉഗ്രൻ ഒരു എനിക്കൊന്ന് വില്ലനാന്ന് തോന്നുന്നു. രാജ് ബി ഷെട്ടി ഒക്കെ വരുന്നുണ്ട് സിനിമയിൽ. അത് ഭയങ്കര ഒരു കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു പാൻ ഇന്ത്യൻ ലൈൻ നോക്കുക, അല്ലെങ്കിൽ ഒരു പാൻ സൗത്ത് സുനിലൊക്കെ ഇന്ത്യൻ എന്ന് ഉണ്ട്. പറയുന്ന രീതിയിലോട്ട്. അതെ 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 അല്ല സുനിലൊക്കെയാണ്. ഒരു നമ്മൾ പാൻ സൗത്ത് ഇന്ത്യനിലായിരിക്കും പിടിക്കുന്നത്, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മളിപ്പോ വലിയൊരു സാധ്യതയാണ്. നമ്മള് 2 മോഹൻലാൽ ഫാൻസ് ആണ്, ലാലേട്ടൻ ഫാൻസ് ആണ്. ഇതിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന അംജദ് മമ്മൂക്ക ഫാൻ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഇതുവരെ. അപ്പൊ നമുക്ക് കുറച്ച് അതെ അതെ എന്ന് പറഞ്ഞു. അതെ അതെ കുറച്ച് സമയം അനുവദിക്കാം. പടം വരട്ടെ. പടം പടം നമ്മള് വരട്ടെ നല്ല ആ. അല്ല ട്രെയിലർ ആക്ച്വലി നല്ല ഫുൾ ആക്ഷൻ ആണ് സംഭവം. നമ്മള് ജോണർ കേട്ടപ്പോ തന്നെ ആക്ഷൻ കോമഡി എന്നുള്ളൊരു സംഭവമാണ് കേട്ടിട്ടുള്ളത്. അതിനകത്ത് പക്ഷെ ആക്ഷൻ ട്രെയിലറിൽ കോമഡി കൂടുതലും അല്ലേ, അങ്ങനെയല്ലേ? ആക്ഷൻ കോമഡി എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പോലീസ് സ്റ്റേഷനിൽ അവരെല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുന്നല്ലേ ചുമ്മാ തറയിലൊക്കെ ഇരിക്കുന്നേക്കാ. ചോട്ടാ അപ്പൊ മുമ്പേ എനിക്ക് ഓർമ്മ വന്ന ആ ഒരു സാധനം കണ്ടപ്പോൾ ആ ഒരു അപ്പൊ ഒരു ആക്ഷൻ കോമഡി എന്നുള്ള ഇതാന്ന് തോന്നുന്നു. ഓ എനിക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൊളിക്കും കേട്ടോ. ആക്ഷൻ കോമഡി ആണെങ്കിൽ പൊളിക്കും, അടിപൊളിയായിരിക്കും.
അപ്പൊ പിന്നെ അത് അതെ അതെ പക്ഷെ ആരും ട്രെയിലർ ഇതുവരെ കണ്ടിട്ട് കൈവയ്ക്കാത്തൊരു ജോണർ ആണത്. പക്ഷെ മമ്മൂക്ക അതെ അടിപൊളിയായിട്ട് ചെയ്യും. ഉം, ഉം, രാജമാണിക്കൊക്കെ എന്നാ സിനിമയാണ്. ട്രെയിലർ പക്ഷെ ആക്ഷൻ മാത്രമേ നമ്മള് കണ്ടുള്ളൂ. പക്ഷെ ഉം. എന്തോന്ന് പടം എന്തായാലും പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതും ഇനി ഇറങ്ങാൻ ഉം. പോകുന്ന തലവനുമാണ് എനിക്ക് തിയേറ്ററിൽ പോയി കാണണമെന്നുള്ളത്. ഉം. എന്തായാലും ഉം, വരട്ടെ. ഉം, ഉം. അതും കൂടെ പറയാം. തലവന്റെ കാര്യം പറഞ്ഞു. തലവന്റെ ട്രെയിലർ ഞാൻ കണ്ടു കേട്ടോ തിയേറ്ററിൽ. ഒരു ഉം. ഉം, രക്ഷയില്ല. ഉം, ഉം. കിട്ടിലൻ ഇല്ല, ഇല്ല. കിട്ടിലൻ അടിപൊളി പെർഫോമൻസ് അടിപൊളിയാണ്. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. തലവൻ എനിക്ക് അതെ തോന്നുന്നു അതെ ടർബോയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ. അത് മാത്രമല്ല ഗുരുവായൂർ അതെ, അതെ. അമ്പലനടയിലും പ്രതീക്ഷനായിരിക്കാം. തുടങ്ങുന്നേ ഉള്ളൂ എന്റെ ഒരു ഓട്ടം സത്യം പറഞ്ഞ. അതെ, അപ്പൊ അതെ. ഈ അതെ ഒരു അതെ ഓടി ഉം, തുടങ്ങുന്നേ ഉള്ളൂ അത്. അതെ അതെ. അപ്പൊ ഒരു ബോക്സ് ഓഫീസ് വെച്ച് നോക്കുവാണെങ്കിൽ ടർബോ ഉറപ്പായിട്ടും ഫസ്റ്റ് ഡേ, ഈ പറയുന്ന ഫസ്റ്റ് ഡേ ഇതിന്റെ ഒരു അഭിപ്രായം ഇതിനെ ഒന്നും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു കളക്ഷൻ ഉറപ്പായിട്ടും കിട്ടും ടർബോയ്ക്ക്. അല്ല ഇപ്പൊ പിൻ അത് പണ്ടത്തെ പോലെ ഒരു സിനിമ ഓടുന്നുണ്ട് അതുകൊണ്ട് മറ്റേ സിനിമ കളക്ട് ചെയ്തില്ല അങ്ങനെയൊന്നും ആ പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല ഇല്ല. ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളെല്ലാം ബോക്സ് ഓഫീസ് കത്തിക്കുമായിരുന്നു. അതെ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അതെ 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 ഇനി അതെ, അങ്ങനെ അതെ, തന്നെ അതെ. ആയിരിക്കും. അതാ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് അനൗൺസ് ചെയ്തപ്പം തൊട്ടേ മമ്മൂക്കയുടെ ആ ഒരു ലുക്കാണ്. ആ ഒരു ഉം. അതെ അതെ നമുക്ക് അതെ ബിഗ് ഭയങ്കര ബി, ഒരു കൂളായിട്ട് നാടൻ നിൽക്കുക ബിഗ് അല്ലെ. ബി ലുക്കാണ് ഇതിനകത്തിലെ. അതെ ഹെയർ സ്റ്റൈൽ നാടൻ ഒരു ബിഗ് ബിഗ് ബിയും ഭയങ്കര കൂളാണ്. ഒരു അതെ മുണ്ടും മുടിയൊക്കെ വറ്റായിട്ട്. ഇതേ ലുക്കിൽ ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ബിലാലാവും. ആ ഒരു ബിലാലാവും ബിലാലാവും. അതെ അതെ ആ ഒരു ലുക്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അമ്മയായിട്ട് അതെ ഇതിനകത്ത് നമ്മുടെ ബിന്ദു പണിക്കറാണ് അല്ലേ? അതെ, അതെ. ആ ആ ബിന്ദു ആ പണിക്കരാണ്. അമ്മയായിട്ട് പുള്ളിക്കാരി ഉം. അതെ, അതെ. റോഷാക്കിന് മാരക പെർഫോമൻസിന് ശേഷം കേറും. ഉം, അന്ന് ഉം. തന്നെ ഈ റോള് കാസ്റ്റ് ചെയ്തതാണ്. അതെ. അല്ലേലും ഈ മാസ് സിനിമകൾക്ക് ഒരു അമ്മ കഥാപാത്രം മസ്റ്റ് ആണല്ലോ. അല്ലേ? പവർഫുൾ മാസ അമ്മ. ആണ്. അതെ നായകനെ അതെ അതെ ഒരു നായകനെ അതെ മെരുക്കുന്ന ഒരു അമ്മ പവർഫുൾ കഥാപാത്രം. അമ്മ. അതെ അതെ അതെ. അതെ അത് തളയ്ക്കാൻ അതുപോലൊരു ആരെങ്കിലും വേണമല്ലോ. അതാണ്. ഇതിനകത്ത് നായികയായിട്ട് മമ്മൂക്കയ്ക്ക് ഒരു നായിക ഇല്ലേ? ഉണ്ടോ? അറിയില്ല അത് ട്രെയിലർ കണ്ടുകൊണ്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും തോന്നില്ല. അവരെ അങ്ങനെ ആരെ അങ്ങനെ കാണിച്ചില്ല. കാണിച്ചില്ല. എനിക്ക് എനിക്ക് തോന്നുന്നത് തോന്നുന്നു മറ്റേ ഞാൻ മറ്റേ ഈ സിനിമയിലെ ആ ഒരു പേര് എനിക്ക് എക്സാക്ട്ലി ഓർക്കുന്നില്ല. ഫഹദിന്റെ ഫഹദിന്റെ സിനിമയുണ്ടല്ലോ. ഫഹദിന്റെ ആ അതിനകത്ത് അവരാണ് അഞ്ജന ആണോ? അലിയൊക്കെ ഓ, ഓ, ആ ഓ, അതെ, അതെ. അതെ, അതെ. അവരാണെന്ന് തോന്നുന്നു. അതെ മറ്റേ പാച്ചു അത്ഭുതം പാച്ചുവും അത്ഭുതം അത്ഭുതം. പാച്ചുവിനകത്ത് നായിക. അതിനകത്ത്. അതെ. നല്ല ആ, നടിയാട്ടോ നല്ല നടിയാണ്. ഉം, ഉം, ഉം. അപ്പൊ എന്തായാലും ഈ പറയുന്ന ടർബോ പേര് പോലെ തന്നെ ഒരു പവർ പാക്ഡ് പടമായിട്ട് വന്നു. അതെ 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 തിയേറ്ററുകൾ ഇളക്കി മറിക്കട്ടെ ഇളക്കി എന്നാണ് നമ്മുടെ മറിക്കട്ടെ. എല്ലാവരുടെയും ഒരു അതെ പ്രതീക്ഷ. ആ വൈശാഖിന്റെ ഒരു സ്ട്രീക്ക് പുതിയ കണ്ടിന്യൂ ഹിറ്റ് ചെയ്യട്ടെ. ഉണ്ടാവട്ടെ. ആ അതെ ആ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ. അതെ അതെ. മമ്മൂക്കയുടെയും കേരള ബോക്സ് ഓഫീസിന്റെയും സ്ട്രീക്ക് ചെയ്യും. മുറിയാതെ അതെ അതെ മുന്നോട്ട് അതെ പോകട്ടെ എന്നുള്ളതാണ് അല്ലേ? അതാണ്. അതെ അതെ. അതെ അതെ അപ്പോ കുതിപ്പ് പിന്നെ തുടരട്ടെ. വൈശാഖിനൊരു തിരിച്ചു വരവും കൂടെ ആകണം ഈ ഒരു ഉം. പടം. കഴിഞ്ഞ ഒരു അതെ. ആ ഒരു അതെ പടവും അതെ പിന്നെ അതിന് മുമ്പത്തെ പടങ്ങളൊന്നും എനിക്കൊന്നും അല്ല അതെ അതൊരു പുള്ളി അടിപൊളി ഡയറക്ടറാണ്. ആ പുള്ളി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതെ, അതെ. ഒരു അടിപൊളിയാണ്. സമയത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്നുള്ള ഒരു ഇതല്ലായിരുന്നു അതെ പുള്ളിക്ക്. അതെ 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 പുള്ളി ഏറ്റവും കൂടുതൽ പൈസ തീർച്ചയായും. വാങ്ങുന്ന ഡയറക്ടർ പുള്ളിയല്ലേ. അങ്ങനെ ഒരു പുള്ളിയായിരുന്നു സംഭവമായിരുന്നു. പുള്ളിയായിരുന്നു. അതെ അത് ശരിയാണ് അതെ ശരിയാണ്. അതെ അപ്പൊ എന്തായാലും പറഞ്ഞ കണക്ക് തന്നെ ആ ഒരു അതേ പഞ്ച് ട്രെയിലർ കിട്ടിയതിന്റെ ഒരു 3-4 ഇരട്ടി പഞ്ച് തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടട്ടെ.